നമസ്കാരം. 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 ഇപ്പോൾ തമിഴ്നാട് എലക്ഷൻ നമ്മുടെ തൊട്ടയൽവക്കത്താണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളായിരുന്നു, ADMK ആൻഡ് DMK. ഈ നേതൃത്വത്തിലുള്ള മുന്നണികളായിരുന്നു നേരിട്ട് ഇലക്ഷൻ നേരിട്ട്. പക്ഷേ ഇപ്പോൾ ഇതിന് ശേഷം ആകെ മാറി മറിഞ്ഞിപ്പം 3 മുന്നണികളായിട്ട് അവിടെ മത്സരിക്കുകയാണ്. ഒന്ന് DMKയുടെ നേതൃത്വത്തിലുള്ള സെക്യുലർ ഫോഴ്സസ് എന്ന് പറയുന്ന എല്ലാ പാർട്ടികളും, അത് നീണ്ടൊരു നിരയാണത്. നമ്മുടെ CPIയും CPMും കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം ഉൾപ്പെട്ട ഒരു മുന്നണിയാണ് DMKയുടെ. പിന്നെ മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള NDA, BJPയും അതുപോലെ ഉള്ള പാർട്ടികളും ചേർന്നിട്ടുള്ള NDA മുന്നണി. മൂന്നാമത്തതാണ് നമ്മളെല്ലാവരും കൗതുകത്തോടെ നോക്കുന്നത് വിജയുടെ TVK, NTK പേരിന് മാത്രമേ ഉള്ളൂ. പക്ഷേ TVK വിജയിയാണ് ഈ പറഞ്ഞതുപോലെ എല്ലായിടത്തും വന്ന് വിസിലടിച്ചും ഡാൻസ് ചെയ്തും സൈക്കിൾ ചവിട്ടിയും ഒക്കെ. പക്ഷേ ഈ ഏറ്റവും കൂടുതൽ ജനം വന്ന് മറിയുന്നതും ഇപ്പോൾ ഈ വിജയിയുടെ പ്രചാരണത്തിനൊക്കെയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്, കരൂർ ആക്സിഡൻറ്റിൽ 40-40 പേര് മരിക്കുകയൊക്കെ ചെയ്ത് കരൂർ അപകടമുണ്ടായി. അപ്പോൾ അവിടെ തരംഗം എന്ന് പറയുന്ന സംഗതി നമ്മൾ അറിയുന്നത് ഈ വിജയിയുടെ പ്രചാരണത്തിലൂടെയാണ്. ഈ വിജയിയുടെ ഈ പ്രചാരണത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നതൊക്കെ ജെൻസി വോട്ടേഴ്സുമാണ്, പുതിയ വോട്ടേഴ്സുമാണ്. അപ്പോൾ ഈ ഒരു മാറ്റം മൊത്തത്തിലവിടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ BJP അവിടെ ഈ അണ്ണാമലയുടെ നേതൃത്വത്തിൽ വലിയൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് അണ്ണാമലയിലൂടെ ഒരു പ്രായോഗികമായ ഒരു അധികാര രാഷ്ട്രീയത്തിൽ എത്താൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് BJP പളനിസ്വാമിയെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ADMK മുൻനിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പ് നേരിടുന്നത്. ഈ ഒരവസ്ഥയിൽ സ്റ്റാലിൻ്റെ അവസ്ഥ ഇപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന നിമിഷത്തിൽ MK സ്റ്റാലിൻ അല്ലെങ്കിൽ DMK ജയിച്ച് കയറാൻ സാധ്യതയുണ്ട്. പക്ഷേ എല്ലാവരും പറയുന്നത് ഈ വിജയുടെ ഇമ്പാക്റ്റ്, രണ്ട് ഭാഗത്തു നിന്നും വിജയ് വോട്ട് ശേഖരിക്കും എന്നുള്ളതാണ്. ഈ മറ്റ് മുന്നണികളിൽ നിന്നും വിജയിലേക്ക് വരും. എന്തായിരിക്കും അവിടുത്തെ ഒരു ശരിക്കും ഉണ്ടാകാൻ പോകുന്നൊരു പിക്ചർ എന്തായിരിക്കും? ജ്യോതിർ ഘോഷ് കുറേ നാളായില്ലേ, എത്രയോ ദശകങ്ങളായി ഇലക്ഷൻ കവർ ചെയ്യാൻ തുടങ്ങിയിട്ട് അല്ലേ? തമിഴ്നാട് രാഷ്ട്രീയ കാര്യം അവിടെ പോയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല, അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അറിയാമല്ലോ. നമുക്ക് വിജയുടെ കാര്യത്തിലേക്ക് വരാം. വിജയ് രാഷ്ട്രീയത്തിൽ വരുന്ന ഒരു പെട്ടെന്നൊരു എൻട്രി ആയിരുന്നു. അയാൾക്ക് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ല. ടു ബി ഫ്രാങ്ക് വിത്ത് യു, അയാളെ കാണാൻ വരുന്നത് മുഴുവനും അയാളുടെ ആരാധകരാണ്. കൂടുതലും പെൺകുട്ടികളും വനിതകളും കുട്ടികളും, അങ്ങ് പറഞ്ഞ പോലെ ജെൻസിയുമാണ്. ഇത് വോട്ടായിട്ട് മാറുമില്ലോ എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ ജ്യോതിർ ഘോഷിൻ്റെ അടുത്ത്. മോഹൻലാലും മമ്മൂട്ടിയും ഇവിടെ എവിടെയെങ്കിലും വരണ്ടെന്ന് പറഞ്ഞ് ഇതേ ആൾക്കൂട്ടം എല്ലായിടത്തും എത്തും. ഇപ്പോൾ എറണാകുളം സിറ്റിയിൽ വരിക എന്ന് പറയുന്ന പോലെയല്ല. ഇപ്പോൾ ആലുവയിലോ അല്ലെങ്കിൽ പെരുമ്പാവൂരോ പറവൂരോ ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരു വൻ ആൾക്കൂട്ടം നമുക്ക് പ്രതീക്ഷിക്കാം അവിടെ. അതും ഈ മോഹൻലാലും മമ്മൂട്ടിയൊന്നും ജനങ്ങൾക്ക് അപരിചിതരല്ല. അവരെപ്പോഴും പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന ആൾക്കാരാണ്. അവർക്കൊരു താരപരിവേഷം നന്നായിട്ടുണ്ട്. ഒരു മോർ ദാൻ ഒരു സ്റ്റാർ, ഒരു ലാർജർ ദാൻ ലൈഫ് ഇമേജ് അവർക്കുണ്ട്. പക്ഷെ അവർ രാഷ്ട്രീയത്തിലൊന്നും ഇറങ്ങിയിട്ടില്ല, പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം പിണറായി വിജയനും മമ്മൂട്ടിയും അല്ലെങ്കിൽ പിണറായി വിജയനും മോഹൻലാലും ഒരു ഫംഗ്ഷൻ വന്ന ആൾക്കാർ കൂടുതലും തന്നെ മോഹൻലാലിനെ കാണാനോ അല്ലെങ്കിൽ മമ്മൂട്ടിനെ കാണാനോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ കുറേയധികം ജനങ്ങളുമായിട്ട് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അവർക്ക്. ഈ വിജയ്ക്ക് ജനങ്ങളുമായിട്ട് യാതൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ല. അയാളൊരു ദന്തഗോപുരത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അയാൾ കാണാൻ വരുന്നത് അത് വോട്ടായിട്ട് മാറിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ എന്നാലും നമ്മളെ മലയാളികളുടെയും തമിഴ് ജനതയുടെയും രണ്ട് മാനസികാവസ്ഥയാണ്. ശരിയാണ്, സമ്മതിച്ചു. പക്ഷേ നമ്മളിപ്പോൾ MGR സിനിമാ നടനിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നു, ജയലളിത സിനിമാ ലോകത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്നു. രണ്ടുപേർക്കും ടൈലർ മെയ്ഡ് റോളായിരുന്നു പൊളിറ്റിക്സിൽ. അവർ സിനിമയിൽ പറഞ്ഞിരുന്ന ഡയലോഗ് മുഴുവനും ദ്രാവിഡ പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. അതാ ഒരു വിജയ് പ്രസംഗിക്കാൻ കൂടിയൊക്കെ വളരെ മോശം. അയാൾക്ക് ജനങ്ങളോട് എന്താ, അതാ ഹീസ് എ റീഡർ, ഹീസ് നോട്ട് എ ലീഡർ. ഇതിലും എത്രയോ ഇമ്പാക്റ്റ് ഉള്ള ഒരു നടനാണ്. ഞാൻ അയാളെ അടുത്ത് നിന്ന് കണ്ടിട്ടുള്ളതാണ്, വിജയകാന്ത് എന്ന് പറയുന്നത്. ഈ വിജയകാന്തിന് കൂടി 2006 തെരഞ്ഞെടുപ്പിൽ വിജയകാന്ത് പാർട്ടി രൂപീകരിച്ചിട്ട് മത്സരിച്ചപ്പോൾ ഒരു സീറ്റാണ് കിട്ടിയത്, ഒറ്റ സീറ്റ്. അതും അയാളെ വിളിച്ചിരുന്നത് എന്താ, കറുപ്പ് MGR, അതല്ലെങ്കിൽ പാവങ്ങളുടെ രജനീകാന്ത്, ഇങ്ങനെയാ വിളിച്ചിരുന്നത്.
എന്നിട്ടും അയാൾക്ക് അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. രാഷ്ട്രീയത്തിൽ വരുമ്പോൾ തമിഴ്നാട് ജനത കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് അവർ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, ഈ കരൂറിലെ സംഭവം അതൊന്ന്, പിന്നെ വിജയുടെ ഡൈവോഴ്സ് അതുമായിട്ട് പ്രശ്നപ്പെട്ട അയാളുടെ ഭാര്യ കൊടുത്തിരിക്കുന്ന കേസ്, തമിഴ് ജനത വളരെ കൺവെൻഷനലാണ് കേട്ടോ. ഇതൊക്കെയാണെങ്കിലും ശരി, നമ്മൾ വിചാരിക്കണ പോലെ അത്ര വലിയ പ്രോഗ്രസീവ് ഒന്നുമല്ല തമിഴ്നാട്ടിലെ ജനത. ഈ ഫാമിലി ലൈഫ് അതിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് അത്രമാത്രം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പറ്റില്ല. ഏറെക്കുറി ഞാൻ മാക്സിമം കൊടുക്കാൻ 6 സീറ്റ് കിട്ടുമായിരിക്കും. 6 സീറ്റ് അല്ലെങ്കിൽ 8 സീറ്റ്, അതിനപ്പുറത്ത് കൊടുക്കാൻ എനിക്ക് പറ്റൂല. പിന്നെ ഉള്ളത് അങ്ങ് പെട്ടെന്ന് ഒരു പാസിംഗ് റിമാർക്ക് നടത്തിപ്പോയി, നാം തമിഴർ കക്ഷി സീമാൻ, അയാൾക്ക് സ്വാധീനമുണ്ട് തമിഴ്നാട്ടിൽ. പക്ഷെ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞാൽ അത് MLA ആയിട്ട് അവരുടെ പാർട്ടി നേടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അയാളോട് പലയിടത്തും പല രാഷ്ട്രീയ നേതാക്കളുടെയും ഉറക്കം കെടുത്തുന്ന ഒരു ശക്തിയാണ് ഈ സീമാൻ്റെ പാർട്ടി NTK. പലരും തോക്കാൻ ഇടവരും അയാൾ മത്സരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് 2. Then we come to this NDA and DMK. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. NDKയും TVക്കും കൂടെ ഒന്നിച്ചു നിന്ന്, അവരൊന്നിച്ചല്ലോ, അല്ല NDKയും TVക്കും ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. പലയിടത്തും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എതിരെ നിൽക്കണ്ടേ. അതെ, സൗഹൃദ മത്സരങ്ങൾ ഉണ്ടാവും. അത് അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ എത്രമാത്രം അത് യാഥാർത്ഥ്യത്തിൽ ഒരു വോട്ടായിട്ട് മാറ്റാൻ പറ്റുന്ന അറിയില്ല. ദെൻ DMK മുന്നണിയും AIADMK മുന്നണിയും, DMK മുന്നണിയിൽ അങ്ങ് പറഞ്ഞ എല്ലാ മതേതര പാർട്ടികളും, മുസ്ലിം ലീഗ്, പിന്നെ കോൺഗ്രസ്, ദെൻ വാട്ട് എൽസ്, മനിതനേയ മക്കൾ കക്ഷി, ഏറ്റവും വലിയ ഇസ്ലാമിക് തീവ്രവാദി പാർട്ടിയാണത്. അതൊക്കെ മതേതരാണ്. പക്ഷേ അവർ എല്ലാം ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ ഈ പറഞ്ഞ വല്ല എന്താ BJP, ദെൻ പാട്ടാളി മക്കൾ കക്ഷി, ദെൻ പിന്നെ വേറെ എന്താ വേറെ ഡോക്ടർ കൃഷ്ണസ്വാമിയുടെ പാർട്ടിയുണ്ട്. അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ DMK മുന്നണിയിൽ ഭയങ്കര അടി നടക്കുക. പക്ഷെ DMKക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അവിടുത്തെ മീഡിയ അവർക്ക് അനുകൂലമാണ്, മൊത്തം ഇക്കോ സിസ്റ്റമാണ്. അപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള വാർത്തകൾ അവർ കൊടുത്തു വിടുന്നുണ്ട്. ഇപ്പോൾ DMKയും കോൺഗ്രസും തമ്മിൽ വഴക്കാണ്, DMKയും VCKയും തമ്മിൽ വഴക്കാണ്, കോൺഗ്രസും VCKയും തമ്മിൽ വഴക്കാണ്. അവർ തമ്മിൽ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിരിക്കണം, ഞങ്ങൾക്ക് ഇത്രയും സീറ്റ് പോരാ, അല്ലെ ഞങ്ങൾ ചോദിച്ച സീറ്റ് കിട്ടിയിട്ടില്ല. ഈ തിരുമാവളവൻ വീഡിയോയിൽ TV-യിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, ടോട്ടൽ ഔട്ട്പുട്ടിനെ ബാധിക്കും അത്. പിന്നെ വേറൊന്നുള്ളത്, അവിടെ ശക്തമായ ഒരു ഭരണവിരുദ്ധ തരംഗമുണ്ട്. അഴിമതി എന്ന് പറയുന്ന സ്റ്റാലിനും സ്റ്റാലിൻ്റെ മകനും, they have become the embodiment of corruption. അഴിമതിക്ക് കൈയും കാലും വെച്ച സ്റ്റാലിനും പിന്നെ സ്റ്റാലിൻ്റെ മകനും. പിന്നെ DMKക്ക് അകത്ത് കുറേ ആഭ്യന്തര കലഹമുണ്ട്. ഈ പറഞ്ഞ പോലെ DMKയിൽ ഇപ്പോൾ അതിനകത്തും കുറേ ആൾക്കാരുണ്ട്, ഈ ദൊരൈമുരുകൻ, TR ബാലു, ഇവരൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്നും വിറവെട്ടികളും വെള്ളം കോരികളായിട്ട് നിൽക്കണം. ഇത് മുഖ്യമന്ത്രി പദം മുഴുവനും സ്റ്റാലിൻ്റെ മകൻ, ഇനി സ്റ്റാലിൻ്റെ മകൻ്റെ മകൻ, ഇത് എത്ര നാൾ പോകാൻ പറ്റുന്നതാണ് അവർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ മധുരയിലേക്ക് വരുമ്പോഴത്തേക്ക് മറ്റേ സ്റ്റാലിൻ്റെ ജ്യേഷ്ഠനാണ് അഴഗിരി. പക്ഷേ ഫാക്ടറല്ല, ഫാക്ടറല്ലാതായി മാറിക്കഴിഞ്ഞു. പക്ഷെ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം അയാൾ ഫാക്ടറായിരുന്നു. ജ്യോതിർ ഘോഷിന് ഒരു കാര്യം അറിയോ, തമിഴ്നാട് ശരിക്കും ആഗ്രഹിച്ചിരുന്ന അഴഗിരിനെ പോലുള്ള ഒരു നേതാവിനെയാണ്. ഞാൻ അയാളെ എത്രയോ തവണ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയിട്ടില്ല ആ മനുഷ്യൻ്റെ അടുത്ത്. പിന്നെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അയാളൊട്ട് ഡിപ്ലോമാറ്റിക്, അയാൾ വിട്ട് പോന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുക്കും അയാൾ. പക്ഷെ അയാൾക്കുള്ള പബ്ലിക് ഇമേജ് വേറെ ആർക്കും ഇല്ല. എല്ലാവർക്കും പേടിയായിരുന്നു DMK മുന്നണിയിൽ. യഥാർത്ഥത്തിൽ അയാളായിരുന്നു DMKയുടെ നേതൃത്വത്തിൽ. അപ്പൊ ഈ മധുര ഏരിയയിലായിരുന്നല്ലോ ഈ അഴഗിരിയുടെ സ്വാധീനം ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഈ അഴഗിരിയുടെ സാന്നിധ്യം ഈ കുറഞ്ഞ സ്ഥിതിക്ക് അത് എങ്ങോട്ടായിരിക്കും ആ വോട്ടുകൾ പോകുന്നത്? അതൊരു എന്താ പറയണ, AIADMKനെ കുറച്ച് ഫേവർ ചെയ്യും. പിന്നെ സ്റ്റാലിനോടുള്ളൊരു വിരോധം കൂടിയുണ്ട്. സ്റ്റാലിനോടുള്ള വിരോധം കൂടി ആയത് കാരണം അത് AIADMK മുന്നണിയെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈ അണ്ണാമലയെ സൃഷ്ടിച്ച ഒരു തരം കൊണ്ടാണ്. അണ്ണാമലയെ സൃഷ്ടിച്ച BJP അത് സസ്റ്റൈൻ ചെയ്തിട്ടുണ്ട്, അത് നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അണ്ണാമല രംഗത്തുനിന്ന് മാറിയതുകൊണ്ട് അതാ പറഞ്ഞത്, അണ്ണാമല രംഗത്തുനിന്ന് മാറിയത് BJPക്ക്
പ്രതികൂലമായിട്ടായിരിക്കും ബാധിക്കാൻ സാധ്യത. പക്ഷെ അദ്ദേഹം ഇപ്പൊ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് ശക്തമായിട്ട്. എന്നാൽ പോലും അണ്ണാമലയോട് ഒരു അനീതി കാണിച്ചു എന്നുള്ളൊരു അത് ജനങ്ങൾക്ക് നല്ല അഭിപ്രായമുണ്ട്. ജനങ്ങൾക്ക് അണ്ണാമലയ്ക്ക് കൊടുക്കേണ്ടതായ പ്രാമുഖ്യം അവർ കൊടുത്തിട്ടില്ല. തമിഴ്നാട്ടില് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാവണം അണ്ണാമല വന്നു കഴിഞ്ഞാൽ. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇപ്പൊ IPS കാരനാണ്, അദ്ദേഹം ആ ജോലി രാജിവെച്ചിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പുതിയൊരു വളരെ ഒരു ഇന്റലക്ച്വൽ സ്പേസിലും അണ്ണാമലയോടെ ഒരു വലിയ സ്ഥാനം നേടിയിട്ടുണ്ട്. ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം വന്നത് അതുകൊണ്ട്, പിന്നെ പുതിയ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുന്നു. അതെ അതെ അതെ. അപ്പൊ ആ രീതിയിൽ അണ്ണാമലയുടെ ഒരു അനീതി കാട്ടി എന്നുള്ള ഒരു സംഗതി ആ BJPക്ക് അവിടെ ഉണ്ടായി വന്നിരുന്ന ആ ഒരു ഉണർവ് അതിനെ തളർത്തിക്കളയാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് കാൻഡിഡേറ്റ് സെലക്ഷനൊക്കെ അണ്ണാമലയുടെ കാൻഡിഡേറ്റ്സിനെ ആരെയും അണ്ണാമല റെക്കമെൻഡ് ചെയ്ത കാൻഡിഡേറ്റ്സിനെ ആരും അവരെടുത്തിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഈ തമിഴിസൈ സൗന്ദരരാജൻ എന്ന് പറഞ്ഞ മുൻ തമിഴ്നാട് BJPയുടെ പ്രസിഡന്റ്, കുമരി അനന്തന്റെ മകള്, തമിഴ്നാട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു കുമരി അനന്തന്റെ മകള്. അവര് തെലങ്കാന ഗവർണറായിരുന്നു. അവര് മൈലാപ്പൂരി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിൽ മത്സരിക്കുകയാണ്. അവർക്ക് മത്സരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഒരു ഗവർണറുടെ പദവിയിലിരുന്ന ആള് 4 വർഷമായിട്ട് ഗവർണർ പദവിയിലിരുന്നു. അവർ കയറി മത്സരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില സ്കിർമിഷ് അവസാനം എനിക്ക് തോന്നുന്നു സ്റ്റാലിൻ തന്നെ കയറാനുള്ള സാധ്യതയാണ്. ഇല്ല, അത് പറയാറായിട്ടില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ആസ് ഓൺ ടുഡേ ഇറ്റ് ഈസ് അഡ്വാൻറ്റേജ് AIDMK. ഇപ്പൊ നമ്മൾ ടെന്നീസ് കളിക്കുമ്പോൾ പറയില്ലേ അഡ്വാൻറ്റേജ് ലെൻഡൽ അല്ല അഡ്വാൻറ്റേജ് കോർണേഴ്സ് എന്ന് പറയാറില്ലേ, അതേപോലെ ഇപ്പൊ മുൻപന്തിയിൽ നിൽക്കുന്ന എടപ്പാടി പഴനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള AIDMK മുന്നണിയാണ്. ഇനിയും കുറച്ച് ദിവസം കൂടിയുണ്ട്. അതിനിടയ്ക്ക് എന്ത് സംഭവിക്കാമാണെങ്കിലും തമിഴ്നാട്ടിൽ എന്തായാലും കാത്തിരുന്ന് കാണാം. പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.